ഹാർദിക് വരുമ്പോൾ മാത്രം എന്തുകൊണ്ടാണ് മുംബൈ ഇത്രത്തോളം തകരുന്നത്, അല്ലെങ്കിൽ ആളുകളുടെയൊക്കെ ഒരു വിജയതൃഷ്ണയൊക്കെ ഇല്ലാതാവുന്നത് എന്നുള്ളൊരു സംശയം കൃത്യമാണ്. അതായത് ഹാർദിക് പാണ്ഡ്യ നമുക്ക് വലിയ താല്പര്യം ഉണ്ടാവില്ല, പക്ഷേ കഴിഞ്ഞ മത്സരത്തിൽ, ഹാർദിക് ഇല്ലാത്ത കഴിഞ്ഞ മത്സരത്തിൽ ബുംറ ക്യാപ്റ്റനായിരുന്ന സമയത്തൊക്കെ അവരുടെ ഒരു ആവേശം നമ്മൾ കണ്ടിട്ടുണ്ട്. ബുംറ ക്യാപ്റ്റനായ സമയത്ത് അവർ വിജയിക്കുന്നത് കണ്ടിട്ടുണ്ട്. സൂര്യകുമാർ ക്യാപ്റ്റനായ സമയത്ത് ജസ്റ്റ് അടുത്തെത്തുന്നത് കണ്ടിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പലപ്പോഴും ഘടകം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ പൊളിറ്റിക്കലി അതായത് രോഹിത് ശർമ്മ ഘടകം അവിടെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറേ പോസ്റ്റുകൾ കാണാറുണ്ട്. പക്ഷേ ഇവിടെ ഹാർദിക് പാണ്ഡ്യ ടീമിലേക്ക് വരുന്ന സമയത്ത് ഇവർക്ക് ആർക്കും വലിയ താല്പര്യം ഇല്ലാത്തതുപോലത്തെ ഒരു ഫീലിംഗ്, അതായത് ഹാർദിക്കിന് വേണ്ടത്ര പിന്തുണ ഇല്ലാത്ത ഒരു ഫീലിംഗ് മുംബൈ ക്യാമ്പിലുണ്ട് എന്ന് തോന്നുന്നു. കാരണം അവരുടെ മൊത്തത്തിലുള്ള പെർഫോമൻസ് നോക്കുമ്പോൾ എല്ലാവരും താഴേക്കിടയിലേക്ക് പോവുകയാണ്. പവർ പ്ലേ തന്നെ 4 വിക്കറ്റ് നഷ്ടപ്പെടുകയാണ്. മധ്യനിരയിലാണ് ഹാർദിക്ക് പോലും അദ്ദേഹത്തിൻ്റെ പ്രതിഭക്കൊത്ത് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പ്ലാൻ അനുസരിച്ച് മുംബൈക്കൊപ്പം കളിക്കാൻ കഴിയുന്നുണ്ടോ എന്നുള്ളൊരു സംശയം അവിടെ നിലനിൽക്കുന്നുണ്ട്. അതായത് ഈ പവർ പ്ലേക്ക് ശേഷമുള്ള സ്ലോഗ് ഓവറുകളിൽ 60 പന്തുകളാണ് ഇവർ രണ്ടുപേരും കൂടി നേരിട്ടിരിക്കുന്നത്. അതായത് ഒരു ഇന്നിങ്സ് 120 പന്തുകളിൽ 60 പന്തുകളും നേരിട്ട് ഇവർ രണ്ടുപേരും ചേർന്ന് നേടിയിരിക്കുന്നത് 46 റൺസാണ്. തിലക് വർമ്മ ഒരു മത്സരത്തിൽ ഇതുപോലെ തന്നെ വളരെ സ്ലോ സ്റ്റാർട്ട് ഉണ്ടായിരുന്ന ഒരു മത്സരത്തിൽ ഈ ടൈം ഔട്ടിന്റെ സമയത്ത് ഹാർദിക് പാണ്ഡ്യ ഇദ്ദേഹത്തെ തെറിവിളിച്ചുകൊണ്ടും മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടൊക്കെ അത്രയും ആനിമേറ്റഡ് ആയിട്ട് സംസാരിച്ചുകൊണ്ട് ഇദ്ദേഹത്തെ മോട്ടിവേറ്റഡ് ആക്കി, പിന്നെ അദ്ദേഹം കണ്ണും പൂട്ടി എല്ലാം അടിച്ചുകൊണ്ട് സിക്സും ബൗണ്ടറിയൊക്കെ നേടിക്കൊണ്ട് സെഞ്ചുറി അടിച്ചൊരു മത്സരം ഈ IPL തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ ഇന്നലെ ഹാർദിക്കിന് എന്തുകൊണ്ട് ഒരു സമയത്ത് പോലും സ്വയം ഒന്ന് മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ തിലക് വർമ്മയെ മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതൊരു കാരണം തിലക് വർമ്മയുടെ ഇന്നിങ്സുകളുടെ ഒരു പ്രത്യേകത എന്നുള്ളത് തീർച്ചയായിട്ടും ആദ്യത്തെ ഒരു 15 പന്തിൽ 15 അല്ലെങ്കിൽ 20 പന്തിൽ 20 ആ ലൈനിലാണ് അദ്ദേഹം ബാറ്റ് ചെയ്യുന്നത്. അതായത് സെറ്റിലാവാൻ അത്രയും പന്തുകൾ നേരിട്ട് പിന്നെ അവസാനം അദ്ദേഹം കൃത്യമായിട്ട് നന്നായിട്ട് ഗിയർ ഷിഫ്റ്റ് ചെയ്യുന്നു. പക്ഷേ ഗിയർ ഷിഫ്റ്റ് ഇല്ലാത്ത മത്സരങ്ങളോ, ഗിയർ ഷിഫ്റ്റ് ചെയ്യാൻ പറ്റാത്ത മത്സരങ്ങളിൽ അദ്ദേഹം പാടെ നിരാശപ്പെടുന്ന ഒരു കാഴ്ചയാണ്. കാരണം ഈ 2020 മത്സരങ്ങളുടെ പ്രത്യേകത എന്നുള്ളത് അത്രയും പന്തുകൾ, ഒരു 30 പന്തുകൾ 20-30 പന്തുകൾ എന്ന് പറയുമ്പോൾ അതായത് ടോട്ടൽ ബോളുകളുടെ 4/1 അപ്പോൾ 4/1 ഒരാൾ ഈറ്റ് ചെയ്തുകൊണ്ട് 30 പന്തുകളൊക്കെ എടുത്തിട്ട് പിന്നെ ഗിയർ ഷിഫ്റ്റ് എല്ലാ പ്രാവശ്യവും നമുക്ക് ഗിയർ ഷിഫ്റ്റ് ചെയ്യാൻ പറ്റണമെന്നില്ല. പക്ഷേ അറ്റ്ലീസ്റ്റ് ഒരു 10 പന്തുകൾ നേരിടുകയാണെങ്കിൽ ഒരു 15-20 റൺസെങ്കിലും എടുക്കാൻ കഴിയുകയാണെങ്കിൽ അത് നല്ലതായിരുന്നു. ഹാർദിക് പാണ്ഡ്യ വരുമ്പം ഈ ടീം മൊത്തത്തിൽ ഡൗൺ ആവുന്നു എന്ന് പറയുമ്പോൾ നമ്മളിപ്പം ഹാർദിക്കിൻ്റെ ക്യാപ്റ്റൻസിയെ ഈസിലി നമുക്ക് ബ്ലെയിം ചെയ്യാം.